അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ എല്ലാ കണ്ടസ്റ്റൻസും പുറത്തു പോയ ആൾക്കാരെല്ലാം തിരിച്ചു വന്നു. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം തോന്നുന്നത്, നേരത്തെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റിവിറ്റി ഇന്ന് കാണാനില്ല. പ്രത്യേകിച്ച് ഒന്നിലാണെങ്കിലും ആര്യൻ്റെ വരവാണെങ്കിലും, എസ്പെഷ്യലി ആര്യനാണെങ്കിലും, പിന്നെ നമ്മുടെ ബിന്നി ആണെങ്കിലും, നമ്മുടെ ലക്ഷ്മി ആണെങ്കിലും, അങ്ങനെ സാബുമാനാണെങ്കിലും, അല്ലെങ്കിൽ രേണുസുതി ആണെങ്കിലും ഒന്നും ഒരു നെഗറ്റിവിറ്റി അവരധികം പറയുന്നില്ല. ഇവരുടെ പോലെ ഒരു പോസിറ്റിവിറ്റി ആ ഹൗസിൽ വന്ന പോലെ തോന്നുന്നുണ്ട്. അനുമോളാണെങ്കിലും എല്ലാവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആര്യനായിട്ടാണെങ്കിലും നമ്മളുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും പോയി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദിലയും നൂറയും ബിൻസിയും പിന്നെ നമ്മുടെ കലാഭവൻ സരിക അപ്പാനി ഇവർ പറയുകയാണ്, നമ്മൾക്ക് ഇന്നലത്തെ പ്രശ്നമൊന്നും അത് ഏക്കാൻ പോകുന്നില്ല കേട്ടോ, അവൾക്ക് വോട്ട് കൂടും, എന്തായാലും അവൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നടക്കം പറയാണ്. കാരണം നമ്മൾ പറഞ്ഞ ഇത്തിരി പേടിയുണ്ട് അപ്പാനിക്കാണെങ്കിലും ബിൻസിക്കും. നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ക്ലാരിറ്റി ആയിട്ടുണ്ടാവും പുറത്തിറങ്ങുമ്പോൾ പ്രേക്ഷകർക്കെന്ന് വിചാരിക്കും. പക്ഷേ അവർക്കറിയില്ല ഇത് കുറച്ചും കൂടി മാനിപ്പുലേറ്റഡ് ആയിട്ടുണ്ട്. ഇതുവരെ കാണാത്ത വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങി. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. കാര്യം അല്ലെങ്കിൽ പിന്നെ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്യരുത്. ഒരാളെ ടാർഗറ്റ് ചെയ്തതാണ് പ്രശ്നം എല്ലാത്തിനും കാരണം. ആദിലയും ഉണ്ടായിരുന്നു, നൂറയുണ്ടായിരുന്നു, ശൈത്യ ഉണ്ടായിരുന്നു, എല്ലാവരെയും ഒരുമിച്ച് പറയണമായിരുന്നു. ഇത് ഒരാളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ദേഷ്യം മുഴുവൻ തീർത്തിട്ട് അവിടെ അത് പിന്നെ ഒരു അസൂയയും കൂടി ഉണ്ടായിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്. മറ്റന്നാളോ അല്ലെങ്കിൽ തിരിച്ച് കൊച്ചിയിലെത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എയർപോർട്ടിലെത്തി കഴിയുമ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പ്രേക്ഷകർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്. ഇത്രയും ഷൗട്ടിങ്ങും ഇത്രയധികം ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. സിമ്പിളായിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യായിരുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഏറിപ്പോയി, എല്ലാം ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അനുമോളുടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പല വീഡിയോസും പണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും, ഇവർ മറന്നുപോയ കാര്യങ്ങൾ വരെ അവർ ലൈവിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. മിക്ക ആൾക്കാരും ചിലപ്പോൾ എപ്പിസോഡുകളായിരിക്കും കണ്ടിട്ടുള്ളത്, പക്ഷേ ലൈവിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ബിൻസി കണ്ടു കഴിയുമ്പോൾ ശൈത്യയും ആതിരയിലേക്ക് കെട്ടിപ്പിടിച്ച് നടന്ന ബിൻസി, അല്ലെങ്കിൽ നമ്മുടെ അപ്പാനി, അല്ലെങ്കിൽ അക്ബറൊക്കെ ഇത് കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്. പക്ഷേ സീസൺ കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, ആരാണ് ബിഗ് ബോസ് വിന്നറാവുന്നതൊക്കെ കാത്തിരുന്ന് കാണാം.